Hello friends, welcome to 𝙂𝙗𝙗 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ Amazon ഐസിസി കാർഡിന്റെ കാർഡ് കിട്ടിയത് അൺബോക്സിംഗ് ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതുവരെയായിട്ട് യൂസർ ഐഡി കിട്ടിയിട്ടില്ലാന്ന്. അതിന്റെ ഒരു എന്താ പറയുക ഒരു കണ്ടിന്യൂസ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ആയിട്ട് അവർ 2 ടൈം നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ കഴിഞ്ഞ മൺഡേ ഉള്ളിൽ നമുക്ക് യൂസർ ഐഡി ക്രിയേറ്റ് ചെയ്ത് തരാം. എന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടില്ല, അതാണ് കുഴപ്പം. അല്ലെങ്കിൽ നമുക്ക് യൂസർ ഐ ഡി നമുക്ക് ഓൺലൈൻ നമ്മുടെ ഓൺലൈൻ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാർഡ് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇത് ആക്ച്വലി നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ലീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അത് ഓക്കെ സമ്മതിച്ചു. പക്ഷേ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് വേറെ ആ സമയത്ത് നമ്മുടെ ആമസോൺ സെയിലിൻ്റെ സമയത്ത് അപ്ലൈ ചെയ്തവർക്കൊക്കെ ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വെച്ചാൽ കുറച്ച് പേര് നമ്മുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്കും യൂസർ ഐ ഡി കിട്ടിയിട്ടില്ല, കാർഡ് കിട്ടി യൂസർ ഐ ഡി കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എൻ്റെ ആക്ച്വലി ഇതുവരെയായിട്ടും എനിക്ക് യൂസർ ഐ ഡി കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ യൂസർ ഐ ഡി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റ് ബാങ്കിങ് എടുക്കാൻ പറ്റില്ല, നമ്മുടെ മൊബൈൽ ആപ്പിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ആക്ച്വലി എന്ന സ്റ്റേറ്റ്മെൻറ്റ് ജനറേഷൻ ഡേറ്റ് ഇതുപോലെ എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഇതൊന്നും നമുക്ക് നോട്ടീസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ലിമിറ്റ് കിട്ടി തന്നെ അത് നമ്മുടെ ലെറ്ററിലുള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അതും അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇഷ്യൂ എന്ന് വെച്ചാൽ ഇത്ര ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു, എന്നിട്ട് പോലും ഇത് യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ കസ്റ്റമർ സൈഡിൽ നിന്ന് ഭയങ്കര ബോറാന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ആക്ച്വലി എന്താ വെച്ചാൽ ഇത് എടുത്തത് പ്രശ്നമായോ എന്ന് വരാൻ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ആമസോൺ ഐസിസി കാർഡ് ഇടിയോട്ട് സാധനം തന്നെയാണ്. വെച്ചാൽ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നമുക്ക് ഉപയോഗിച്ചപ്പോൾ തന്നെ ഇഷ്ടംപോലെ ഓഫേഴ്സും അതുപോലെ തന്നെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആമസോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആമസോൺ പേ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇടിയോട്ട് സാധനം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ ഒരു ഐസിസി ബാങ്കിൻ്റെ ഒരു കസ്റ്റമർ സപ്പോർട്ട് സൈഡ് ഇത്രയ്ക്ക് വീക്കാവുന്ന ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാൽ ഇത്രയും സമയമായിട്ടൊരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു മോശമായിട്ടുള്ള സംഭവം തന്നെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലാഗ് വരുമ്പോൾ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അതിപ്പോൾ എന്തെങ്കിലും ഫ്രോഡ് കാര്യങ്ങളൊക്കെ നടന്ന് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്കൊരു ബെറ്റർ സൊല്യൂഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ അതിന് തന്നെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നത്. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ഇപ്പം വലിയൊരു എന്താ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യുമോ, അതുപോലെ തന്നെ അവർ റെസ്പോണ്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡൗട്ടായിട്ട് മാറിയിരിക്കുകയാണ് എനിക്കിപ്പോൾ. എന്ന് വെച്ചാൽ ഇത്രയും സൂപ്പർ ഒരു ക്യാഷ് ബാക്ക് കാർഡ് ആക്ച്വലി പോലെ തന്നെ ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള കാർഡാണ്. അതിന് ഇങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് ഒരു നെഗറ്റീവായിട്ട് ബാധിക്കുന്ന എനിക്ക് തോന്നുന്നു. പോരാത്തതിന് ഇഷ്ടം പോലെ ഹൈ ഡിമാൻഡുള്ള ഒരു കാർഡാണ്, പ്രത്യേകിച്ച് ഇത് ലൈഫ് ടൈം ഫ്രീ ആയ കാർഡായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് തോന്നുന്നത് ആമസോൺ സെയിലിൻ്റെ സമയത്തായതുകൊണ്ട് കസ്റ്റമേഴ്സ് കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും, കൂടുതലായിട്ട് അപ്രൂവ് ആയിട്ടുണ്ടായിരിക്കും, അതിൻ്റെ പ്രോസസ്സിലായിരിക്കും. പക്ഷെ എന്നാലും നോർമലി നമ്മുടെ കാർഡ് അപ്രൂവ് ആകുമ്പോൾ അതേ സമയത്ത് തന്നെ അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് തരുന്നതാണ്. പക്ഷെ അത് നടന്നിട്ടില്ല. അതും പോരാത്തതിന് ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ചൻ്റെ ഓവറായിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ടും നമുക്ക് യൂസർ ഐ ഡി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് തന്നെയാണ്. ഞാൻ ആക്ച്വലി നമ്മുടെ ഇതിൽ ഞാനിവിടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണിക്കും. ഞാൻ അവരെ ട്വിറ്ററിൽ കോൺടാക്ട് ചെയ്തു, ഇമെയിലിൽ കോൺടാക്ട് ചെയ്തു, ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പറഞ്ഞു. ഞാൻ ഇപ്പോൾ എത്ര വർഷം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിലും നമ്മുടെ എന്താ പറയുക കോൾ റെക്കോർഡ് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഞാൻ ചിലതൊക്കെ ലാസ്റ്റ് പറഞ്ഞ റെക്കോർഡ് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആദ്യം ഇവർ പറഞ്ഞത് മൺഡേ നമുക്ക് കഴിഞ്ഞ മൺഡേ എനിക്ക് കാർഡ് ഇട്ടത് അതിൻ്റെ മുമ്പ് കിട്ടി കാർഡ് കഴിഞ്ഞ മൺഡേ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അയച്ചു തരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് നോക്കിയപ്പോൾ അത് പിന്നെ പോട്ടെ, അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ലീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അവർ പറഞ്ഞു ആയിട്ടില്ല, എനിക്ക് ഞാൻ ഒരാഴ്ചയും കൂടി വേണം, ഈ ഫ്രൈഡേക്ക് ഉള്ളിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് ഫ്രൈഡേ ആണ്, ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ വിളിച്ചപ്പോഴും അവർക്ക് ഒന്നും പിടിയില്ല. അപ്പോൾ ഇനി വൈകുന്നേരം ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുമോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ ആകെ പ്രശ്നമായിട്ടിരിക്കും. ഞാൻ ആക്ച്വലി ഇവരുടെ എന്താ പറയുക കംപ്ലയിൻറ്റ് സെക്ഷൻസ് 2-3 സെക്ടറിലേക്ക് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് ഹൈ വെർഷനിലേക്കൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ആക്ച്വലി എൻ്റെ 2-3 സ്ഥലത്തേക്ക് ചെയ്തു. പക്ഷേ ഇത് ഫസ്റ്റ് സമയത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ജനറേഷൻ ഒരു കംപ്ലയിൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ വരും. ആക്ച്വലി ഇത് ചെയ്യുമ്പോൾ ആ നമ്പർ നമുക്ക് ഇമെയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിനി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഇനി ബ്രാഞ്ചിലേക്ക് പോകുന്ന സംഭവത്തിലേക്ക് പോകണമെന്ന് ആലോചിച്ചിട്ടായിരിക്കുന്നത്. വെച്ചാൽ നമ്മൾ ഓൺലൈൻ വഴി എല്ലാ കംപ്ലയിൻറ്റ് സെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസ് ആണ്. ഇവർ സ്ഥിരം പറയുന്ന ഡയലോഗാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വെയിറ്റ് ചെയ്യുക വരുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര കാലം വെയിറ്റ് ചെയ്യും നമ്മൾ? എന്താ വെച്ചാൽ ഇതിൻ്റെ ബിൽ ജനറേഷൻ ഡേറ്റ് ആയോ, ഈ എപ്പോഴും അടക്കേണ്ടതൊന്നും നമുക്കറിയാൻ പറ്റില്ല. ബില്ല് പേ ചെയ്യാൻ പറ്റില്ല വേറെ ആരും. ബില്ല് പേ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ തേർഡ് പാർട്ടി ആപ്പ് വെച്ച് ചെയ്യാം. എന്നാലും ഞാൻ ആക്ച്വലി എല്ലാം നമ്മുടെ ബാങ്കിൻ്റെ ആപ്പിൽ കൂടെ തന്നെ ചെയ്യാറ്, അല്ലെങ്കിൽ ആമസോൺ പേ കൂടെ ചെയ്യാറ്. ഇത് പക്ഷേ കാർഡ് നമ്പർ ഉള്ളത് കൊണ്ട് നമുക്ക് കാർഡ് കിട്ടിയത് കൊണ്ട് നമുക്ക് ആമസോൺ പേയിൽ അങ്ങനെ സംഭവത്തിലൊക്കെ ചെയ്യാം. പക്ഷേ കറക്റ്റ് ബിൽ ജനറേഷൻ ഡേറ്റ് എന്നാൽ ഡ്യൂ ഡേറ്റ് എന്നാൽ അതൊന്നും നമുക്ക് ഈ സംഭവം ഇല്ലാതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കാർഡിൻ്റെ സെക്യൂരിറ്റി ഫീച്ചറായിട്ടുള്ള ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, എനേബിൾ ചെയ്യാൻ പറ്റുന്നില്ല, ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓഫാക്കി വയ്ക്കാൻ പറ്റുന്നില്ല.
ഇതൊക്കെ ആകെ സംഭവമായിട്ടിരിക്കുന്നത് ഇത്ര ദിവസമായി ഈ സംഭവം തുടങ്ങിയിട്ട്. ഇതിപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഇഷ്യൂ ഫേസ് ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടത്. എന്ന് വെച്ചാൽ നമ്മളോട് കുറച്ച് പേര് നമ്മൾ ഓൾറെഡി കമൻറ്റ് ചെയ്തു, നമുക്ക് കാർഡും കിട്ടി, ഇതുപോലെ എൻ്റെ അതേ പ്രശ്നം തന്നെ യൂസർ ഐ ഡി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ആക്ച്വലി ഇത് പിന്നിട്ട് അവർക്കൊന്ന് ഫോർവേഡ് ചെയ്യണം. അത് എന്തോ സംഭവമായിട്ടുണ്ട് ഇവരുടെ, എന്തോ ഇഷ്യൂ ആണ് ഇവരുടെ. ഒന്നെങ്കിൽ ഇവർ ലാഗ് അടിക്കുന്നതാണോ അതെന്താ സംഭവം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്ന് വെച്ചാൽ അവർ ഞാൻ കോൺടാക്ട് ചെയ്ത് എനിക്കും എടുത്തു, ഇനി അവർക്ക് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. എനിക്കും എടുത്തു അവരെ കോൺടാക്ട് ചെയ്തെന്ന് വെച്ചാൽ എല്ലാ വേസിലും ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കി, എന്നിട്ടും ഒരു റെസ്പോൺസ് എല്ലാം ഇത് തന്നെ പറയുന്നത്. അവർ റെസ്പോൺസ് തരുന്നുണ്ട്, പക്ഷെ എല്ലാം ഇങ്ങനെ തരുന്നത് വെയിറ്റ് ചെയ്താണ്. ഇപ്പോൾ കുറേ കാലമായി വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് അവർ പറഞ്ഞ രണ്ടാമത്തെ ഡേറ്റും ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇനി വൈകുന്നേരം ആദ്യം ഒന്ന് വിളിച്ച് നോക്കണം. നമ്മുടെ ഇപ്പോഴത്തെ എന്താ പറയുക മൊബൈൽ കണക്ഷനിൽ നമുക്ക് അൺലിമിറ്റഡ് ഫ്രീ കോൾസ് ഉള്ളത് വായിക്കാം, അല്ലെങ്കിൽ കോൾ വിളിച്ച് തെണ്ടിപ്പോയപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഒന്ന് ഇത് ഒരു അപ്ഡേറ്റ് പോലെ നമ്മൾ കുറച്ച് പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇനി യൂസർ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അതിനും ചെയ്യട്ടെ. എന്ന് വെച്ചാൽ നെഗറ്റീവ് മാത്രമല്ല, നമ്മൾ പോസിറ്റീവായിട്ട് കിട്ടിയത് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവും ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് ആമസോൺ പേയുടെ കാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്ര ഒരു ലിമിറ്റഡ് ടൈമിലാണ് യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഒരു കസ്റ്റമർ സൈഡിൻ്റെ സപ്പോർട്ട് വന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ നെഗറ്റീവ് അടിച്ചതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് വേറെ വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഒരു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തായാലും സംശയിക്കാൻ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തോടെ കാണാം.